കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ അടുത്ത ആഴ്ചയിൽ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ. അങ്ങനെ നമ്മള് കഴിഞ്ഞ ദിവസം കണ്ടു അയ്യപ്പന്റെ മനസ്സ് വലിയൊരു രഹസ്യമുണ്ടെന്ന് രഞ്ജുവും ധ്യാനും മനസ്സിലാക്കുവാണ്. കാരണം അനാർക്കലി അങ്ങ് വന്നതിന് ശേഷം എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ അയ്യപ്പനും ഒളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതെന്താന്നും അയ്യപ്പൻ തുറന്നു പറയുന്നില്ല. അത് മാത്രമല്ല, അമ്മയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ അതിനെ കുറിച്ച് പറയുമെന്ന് തോന്നില്ല. അമ്മയ്ക്ക് എന്തൊക്കെയോ സത്യങ്ങൾ അറിയാൻ തോന്നേ. അതാണ് അയ്യപ്പൻ ഇത്ര വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത്. അനാർക്കലി ഇവിടെ വന്ന കാര്യം ഒരു കാരണവശാലും ഗോവിന്ദൻ അറിയില്ലെന്ന് അയ്യപ്പേട്ടൻ പറയുന്നുണ്ട്. അങ്ങനെ ഇനിയിപ്പൊ പറയണേ പോലും ഒരു കാര്യം ചെയ്യാം. ഇനിയിപ്പൊ അത് പറയണമെങ്കിൽ ആദ്യം നിന്റെ അമ്മയോട് പറ, വിജയലക്ഷ്മിയോട് പറയൂ, എന്നിട്ട് അവര് സമ്മതിക്കുവാണ് പറയാനാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇത് കേട്ട് കഴിഞ്ഞപ്പോ രഞ്ജുവിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. രഞ്ജുവിന് ഒരു കാര്യം മനസ്സിലായി, എന്തോ വലിയ സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അത് തനിക്കോ ഗോവിന്ദനോ ആർക്കും അറിയത്തില്ലാത്ത വലിയ രഹസ്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നീട് ധ്യാനം കൊണ്ട് രഞ്ജു അങ്ങോട്ട് പോവാണ്. ധ്യാനോട് പറഞ്ഞു, എനിക്കറിയില്ല ധ്യാനെ, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്താന്ന് എനിക്കറിയില്ല. ഒരു പക്ഷെ ഇത്രയും കാലം നമ്മളാരും അറിയത്തില്ലാത്ത എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറയാം. ഒരു പക്ഷെ രാധികാമ്മനെ സമ്മതിക്കുന്ന എന്തെങ്കിലും വിവരമായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടൻ ധ്യാൻ പറഞ്ഞു, ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാണ്ട് നീ പോണ്ട, അറിയാലോ. ദേ, അമ്മ US ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നീ വീട്ടിലേക്ക് തിരിച്ചു പൊക്കോ, ഇനി ഇവിടെ നിൽക്കണ്ട. എനിക്കെന്തോ ആ സ്ത്രീനെ കണ്ടിട്ട് അത്ര പന്തിയായിട്ട് തോന്നില്ലെന്ന് പറയാം. പെട്ടെന്ന് രഞ്ജു പറഞ്ഞു, അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. എന്താണെങ്കിലും ഗോവിന്ദയുടെ നാളെ വരുമായിരിക്കും. അത് മാത്രമല്ല, ഗീതം വരും. പിന്നെ എന്താ കുഴപ്പം? എനിക്കിവിടെ ഒരു പ്രശ്നമില്ലെന്ന് പറയാം. എന്നാലും എനിക്കിവിടെ നിന്നെ തന്നെ വിട്ടിട്ട് പോകാനായിട്ട് എന്തോ ഒരു ഭയം പോലെ ഉണ്ടെന്ന് പറയാം. ഒന്നുകൊണ്ടും പേടിക്കണ്ട, ധ്യാൻ ധൈര്യമായിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞ് ധ്യാനെ പറഞ്ഞയക്കുക. ഈ സമയം ആകപ്പാടെ പെട്ട അവസ്ഥയില രാധികാമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഒരു പക്ഷെ അനാർക്കലി രാത്രി പോയില്ലെങ്കിൽ ഗോവിന്ദ് അങ്ങ് ചെന്നിട്ടുണ്ടെ പെട്ടുപോ. പക്ഷെ രാധികാമ്മയ്ക്ക് അറിയില്ല, ഗോവിന്ദും ഗീതും അവിടുത്തെ സ്റ്റോർ റൂമിൽ, അതായത് തുണിയൊക്കെ അലക്കാനിട്ട മുറിയിൽ അവരവരുടെ ആദ്യരാത്രി അങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുവാന്ന്. അത് ഭയങ്കര ഭംഗിയായിരുന്നു അവരുടെ റൊമാൻസ് സീനൊക്കെ കാണാനായിട്ട്. അവര് രണ്ടുപേരും കൂടെ അങ്ങനെ ആദ്യരാത്രിയൊക്കെ ആഘോഷിച്ച് അടിപൊളിയായിട്ടിരിക്കുക എന്നുള്ള കാര്യം രാധികാമ്മയ്ക്ക് അറിയത്തില്ല. രാധികാമ്മയുടെ വിചാരം എന്താ, ഗോവിന്ദ് അവിടെ ചെന്നു. പക്ഷെ അങ്ങനെ ഗോവിന്ദ് അങ്ങ് ചെന്നിട്ടുണ്ടെങ്കിൽ അനാർക്കലി ഒരു കാരണവശാലും കാണാൻ പാടില്ല. ആ ഒരു ടെൻഷനും രാധികാമ്മയുടെ മനസ്സിലുണ്ട്. എങ്ങനെയാലും നേരെ ഒന്ന് വെളുത്ത് കിട്ടിയാൽ മതിയായിരുന്നു, ഇവിടുന്ന് എങ്ങനെയും പോവായിരുന്നു. പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അനാർക്കലി എന്തായാലും പറഞ്ഞൊന്ന് സമാധാനിപ്പിച്ചു വിടണം. അതോ ഇനി ഏക മാർഗമുള്ളൂ. പിന്നീട് നേരം വെളുത്തു കഴിഞ്ഞപ്പോ തന്നെ രാധികാമ്മയും വരണം എല്ലാരും കൂടെ തിരികെ അറക്കൽ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ അവര് പോയതിന് ശേഷമാണ് ആ സ്റ്റോർ റൂം വന്ന് അവിടുത്തെ സ്റ്റാഫ് വന്ന് തുറക്കുന്നത്. അങ്ങനെ തുറന്നു കഴിഞ്ഞപ്പോ ഗീതവും ഗോന്ന് അതിനകത്ത്. അവരൊട്ടും പ്രതീക്ഷിച്ച കാര്യമില്ല. അങ്ങനെ സ്റ്റോർ റൂം തുറന്നു കഴിഞ്ഞപ്പോ അവർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് വരുവാണ്. ഈ സമയത്ത് അവിടെ അവർണികയും അജാസും ഉണ്ടായിരുന്നു. അവർണികയെ അജാസിന്റെ അടുത്തേക്ക് എന്നിട്ട് ഗീതവും ഗോവിന്ദും തങ്ങൾക്ക് പറ്റിയ അബദ്ധത്തെ കുറിച്ചൊക്കെ പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അവർണിക പറഞ്ഞു, ഇത് അബദ്ധം പറയാൻ പറ്റില്ല, നല്ല കാര്യമല്ലേ സംഭവിച്ചേ. രണ്ടുപേരും രാത്രിയിൽ ഒരു മുറിയില്. ഇതിനു വേണ്ടിയിട്ടല്ലേ നിങ്ങൾ എത്ര വരെ കാത്തിരുന്നേന്ന് ചോദിക്കുക. ഇത് കേട്ടാൻ ഗീത പറഞ്ഞ, അല്ല അത് പിന്നെ ഞാൻ മനസ്സിലായി, ഇതിൽ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണം. ഞങ്ങൾ ഇവിടെ കിടന്ന് പെടാപ്പാട് പെട്ട കാര്യം നിങ്ങൾക്ക് വല്ല അറിയാവെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഗീത പറഞ്ഞ, എന്ത് പറ്റി? ഒന്നും പറയണ്ട, ആകെപ്പാട് ഇവിടെ പ്രശ്നത്തോട് പ്രശ്നമായിരുന്നു. പിന്നെ ഫോൺ ഞങ്ങൾ എന്നാളും ഓഫ് ചെയ്ത് വെച്ചു. പിന്നെ ബുദ്ധിപൂർവ്വം ഒരു കളി കളിച്ചിട്ടുണ്ട്. ഒരു മെസ്സേജ് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് രാധികാമ്മയ്ക്ക്. ദേ, ഗോവിന്ദ് സാർ ഇവിടുന്ന് പോയെന്നും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കേട്ടാ രാധികാമ്മ പോയേക്കുന്നേ. ഒരു പക്ഷേങ്കില് ഇനി വീട്ടിൽ ചെന്നില്ലെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നം. ഇതുവരെയായിട്ട് ഞങ്ങൾ ഫോൺ സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ലെന്ന് പറയാം. ഗോവിന്ദ് പെട്ടെന്ന് പറഞ്ഞു, വേണ്ട, ഇപ്പൊ ഫോൺ സ്വിച്ച് ഓൺ ചെയ്യണ്ട. ഇപ്പൊ ചെയ്തിട്ടുണ്ടെങ്കിൽ രാധികാമ്മയുടെ വിളി വരുമെന്ന് പറയാം. ഇത് കേട്ട് അജാസ് പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. ഒരു കാര്യം ചെയ്യാം, എന്താണെങ്കിലും ഇവിടുന്ന് പോയിട്ട് അവിടെ എത്തിയിട്ട് ഫോൺ സ്വിച്ച് ഓൺ ചെയ്താൽ മതി എന്ന് പറയണം. അങ്ങനെ ഗീതവും ഗോവിന്ദും അവര് തിരികെ വീട്ടിലേക്ക് പോവാണ്. അവരുടെ ആദ്യരാത്രിയെല്ലാം ആഘോഷിച്ചതിന് ശേഷം ഗീത ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം രാധികാമ്മേനെ ബെറ്റ് വെച്ചാണ് 2 ദിവസം എന്തുകൊണ്ടും ഗോവിന്ദൻ തന്റെ സ്വന്തം ആവുന്നുള്ളത്. അങ്ങനെ താനത് പാലിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, എത്രയോ കാലത്തെ ആഗ്രഹമായിരുന്നു ഒരുമിച്ച്. കാരണം ഇത്രയും കാലം ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചെങ്കിലും ഒരിക്കൽ പോലും താനോ ഗോവിന്ദനോ ഒന്നായിട്ടില്ല. ഒരു കോൺട്രാക്ട് മാരേജ് പോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, എല്ലാ അർത്ഥത്തിലും താൻ ഗോവിന്ദന്റെ ഭാര്യയായിരിക്കുന്നു. അത് ഓർത്തപ്പോ തന്നെ ഗീതന് വല്ലാത്തൊരു സന്തോഷം അനുഭവപ്പെട്ടെ. ഇനിയിപ്പം തന്നെ ആർക്കും ഗോവിന്ദേട്ടന്ന് അടർത്തി മാറ്റിക്കൊണ്ട് പോകാനായിട്ട് പറ്റില്ല. പിന്നീട് ഗീതന് നേരെ ഗോവിന്ദ് കൊണ്ടുവിടുന്ന അറക്കൽ വീട്ടിലാണ്. ഈ സമയത്ത് ഭദ്രനാണെങ്കിൽ ഡെയിലി ഓരോ മദ്യക്കൂപ്പി പൊട്ടിച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഗോവിന്ദ് കുറെ മദ്യം മേടിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ.
അങ്ങനെ ഗീതു അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഭദ്രൻ ഇങ്ങനെ മദ്യപിച്ച് ലൊക്കെ ഇട്ടിരിക്കുന്നുണ്ടു. പെട്ടെന്ന് ഗീതനെ കണ്ടു ചോദിച്ചു, അല്ല മോളെ, നിന്നെ ഇതുവരെയായിട്ട് ഞാനിവിടെ കണ്ടില്ലോ, 2-3 ദിവസമല്ല കണ്ടെന്ന് പറയാം. ഇത് കേട്ടതും ഗീതു പറഞ്ഞു, അത് പിന്നെ അച്ഛാ, ദേ അമ്മേനെ നോക്കണ്ടേ, ഞാൻ തിരക്കിലായിരുന്നു പറയാം. അല്ല, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എന്ത് കാര്യം? പെട്ടെന്ന് ഗീതുവിനൊന്നും മനസ്സിലായില്ല. അല്ല, പൈസയുടെ കാര്യമേ. ദേ നിന്റെ ഭർത്താവ് ഇത് കുടിച്ച ലക്ക് കേട്ട് കറലും ചങ്കൊന്നും പോണ്ടെന്ന് കരുതിയിട്ട് നീ ഇത് ഒഴിച്ചു കളയാൻ വേണ്ടി കൊണ്ടുവന്നല്ലേ ഈ മദ്യക്കുപ്പി എല്ലാം കൂടെ ഇവിടെ. ഇതെല്ലാം കുടിച്ച് എന്റെ ശങ്കം കരലും വാടി. അതുകൊണ്ട് എനിക്ക് അതിന് നഷ്ടപരിഹാരത്തൊക്കെ വേണമെന്ന് പറയാം. ഇത് കേട്ടതും ഗീതു പെട്ടെന്ന് പറഞ്ഞു, ഇതെന്തൊക്കെ അച്ഛനെ പറയണെന്ന് ചോദിക്കുക. ഇതേ ഞാൻ പറഞ്ഞ സത്യമാ മോളെ. ഇതേ ഒരു കാര്യം ചെയ്യ, നീ നിന്റെ ഭർത്താവിനോട് പറഞ്ഞിട്ട് കുറച്ച് പണം എനിക്ക് വാങ്ങി തരണമെന്ന് പറയാം. ഗീതുവിന് നല്ല ദേഷ്യം വന്നേ. പക്ഷെ ഗീതു ഒന്നും മിണ്ടാതിന്റെ അകത്തേക്ക് കയറി പോവാ. നേരെ അമ്മയുടെ അകത്തേക്ക് വന്നു. പിന്നീട് വിലാസിനിയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. വിലാസിനിക്ക് ആകെപ്പാടെ ആകാംക്ഷയായിരുന്നു. കാരണം ഗീതു പോകുന്ന സമയത്ത് ഭയങ്കര സന്തോഷത്തോടുകൂടി ഇവിടുന്ന് പോയത്. പിന്നീട് ഗീതു ആണെങ്കിൽ ഇടയ്ക്കൊന്നും വിളിച്ചത് പോലും ഇല്ല. ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു വിലാസിനിക്ക്, എന്ത് സംഭവിച്ചെന്നറിയാതെ. പിന്നീട് ഗീതു എന്നിട്ട് പറഞ്ഞു, അമ്മ വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ. ഇതേ ഞാനും ഗോവിന്ദാണ് ഇപ്പൊ ഭാര്യ ഭർത്താക്കന്മാരാന്ന് തന്നെ പറയാണ്. ഇത് കേട്ടതും വിലാസിനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് തോന്നിയത്. എത്രയോ കാലത്തെ ആഗ്രഹമായിരുന്നു, ഇനി എത്രയും പെടുന്ന ഇവർക്കൊരു കുഞ്ഞിക്കാല് പറക്കണം. അതാണ് തന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനെക്കുറിച്ച് പറയുകയും ചെയ്തു. ഇനി ഉടനെ തന്നെ ഇനിയിപ്പൊ പ്രിയമോളുടെ കുഞ്ഞു വരും. അതിനുശേഷം നിങ്ങളൊരു കുഞ്ഞിനെ കൂടെ കൊഞ്ചിക്കണം, എനിക്ക് ആഗ്രഹമുണ്ട്. അതെ, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ആ കാഴ്ചയും കൂടെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുക. പെട്ടെന്ന് ഗീത പറഞ്ഞു, ദേ ഞാൻ വന്നപ്പോ തൊട്ട് അമ്മ തുടങ്ങിയതാ, ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ പോന്ന് പറയാം. അല്ല മോളെ, എന്റെ മനസ്സിന്റെ വിഷമം എനിക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. നിന്റെ ഒരു കുഞ്ഞിനെ കൂടെ കൊഞ്ചിച്ചിട്ട് പോണെന്ന് എനിക്ക് ആഗ്രഹം എന്ന് പറയാം. ദേ അങ്ങനെ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, അമ്മ ധൈര്യമായിട്ടിരിക്കാൻ പറയാണ്. പിന്നീട് കുറച്ച് സമയം കൂടെ ചെലവഴിച്ചതിന് ശേഷമാണ് ഗീതു അറക്കൽ കുടുംബത്തിലേക്ക് വരുന്നത്. ഈ സമയത്ത് ഗോവിന്ദ് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. രാധികാമ്മയ്ക്കാണ് വല്ലാത്ത ടെൻഷനാ. രാധികാമ്മ ആദ്യം വന്നുകൊണ്ട് പിന്നെ അനാർക്കലിയൊക്കെ പിന്നെ പതുക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. കാരണം രാധികാമ്മയ്ക്കറിയാം, ഗോവിന്ദ് വന്നിട്ടുണ്ടെങ്കിൽ അനാർക്കലിയായിട്ട് കണ്ടുമുട്ടിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമാവും. പക്ഷെങ്കില് എന്താണെങ്കിലും ഗോവിന്ദ് വരുന്നതിന് മുമ്പ് തന്നെ രാധികാമ്മ അനാർക്കലിയെ അവിടുന്ന് പറഞ്ഞു വിടുവാണ്. പിന്നീടാണ് ഗോവിന്ദ് അങ്ങോട്ട് വരുന്നത്. ഗോവിന്ദനെ കണ്ടതും പെട്ടെന്ന് രാധികാമ്മ വെച്ച്, കണ്ണ നീ ഇത് എവിടെയായിരുന്നു? നിന്നെ എത്ര വട്ടം ഞങ്ങൾ വിളിച്ചെന്നറിയോ? ദേ ഒരു മെസ്സേജ് മാത്രം വന്നു നീ ഇങ്ങോട്ട് പോന്നും പറഞ്ഞിട്ട്, എന്നിട്ടോ വീട്ടിലൊട്ട് വന്നിട്ടുമില്ല. നീ ഇത് എവിടെ പോയതാ? നിന്നെ എന്നെ വിളിച്ചിട്ട് കിട്ടാത്തേന്ന് ചോദിക്കാം. ഇത് കേട്ടോ ഗോവിന്ദ് പറഞ്ഞു, അമ്മേ എനിക്ക് വേറെ 1-2 കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ തിരക്കിലായിപ്പോയി, ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയെന്ന് പറയാം. എന്നാലും നിനക്കൊന്നും വിളിക്കാൻ പോലും തോന്നിയില്ലോ. അപ്പൊ ഇത്രയ്ക്ക് ഉള്ളില്ലേ നിന്റെ സ്നേഹമല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. കാരണം പണ്ടത്തെ പോലെയല്ല, ഇപ്പം നിനക്ക് എന്നോട് അത്ര സ്നേഹമൊന്നും ഇല്ലാന്ന് തോന്നുന്നു പറയാം. ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞു, അങ്ങനെ പറയല്ലമ്മേ. ദേ അമ്മ കഴിഞ്ഞിട്ട് എനിക്ക് കുടുംബത്തിൽ ആരും ഉള്ളൂ. അത് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണല്ലോ. ഗോവിന്ദ് നന്നായിട്ട് അങ്ങോട്ട് അഭിനയിക്കുവാണ്. കാരണം അനാർക്കലിയെ കുറിച്ചുള്ള കാര്യം, താൻ അറിഞ്ഞ കാര്യം അമ്മ ഒരു കാരണവശാലും ഇപ്പൊ അറിയാൻ പാടില്ല. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ തനിക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ആ കള്ളത്തരങ്ങൾ എന്താന്ന് കണ്ടുപിടിക്കണം. അതുകൊണ്ട് രാധികാമ്മയുടെ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞുമില്ല, ഒരു സൂചന പോലും കൊടുത്തില്ല. പിന്നീട് ഗോവിന്ദ് ചോദിച്ചു, അല്ല അമ്മയൊക്കെ എന്തിനാ അങ്ങോട്ട് പോയെന്ന് ചോദിക്കുക റിസോർട്ടിലേക്ക്. അല്ല അത് പിന്നെ മോനെ 2 ദിവസം എല്ലാവർക്കും കൂടെ എൻജോയ്മെന്റ് ആണെന്ന് കരുതി. മാത്രമല്ല പ്രിയമോൾക്ക് ഇനിയിപ്പോ ഉടനെ ഡെലിവറി ഒക്കെ നടക്കാൻ പോയല്ലേ, അതുകൊണ്ടാന്ന് പറയാ. ഗോവിന്ദിന് മനസ്സിലായി ഗീത് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങള്. വരുണിന്റെ പേരിൽ ആ റിസോർട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് രാധികാമ്മ പ്ലാൻ ഇട്ടിട്ടുണ്ടെന്ന്. പക്ഷെ രാധികാമ്മ എന്താ പറയുന്ന അറിയാൻ വേണ്ടിട്ടാ ഗോവിന്ദ് ചോദിച്ചെ. ഗോവിന്ദിന് രാധികാമ്മയുടെ കള്ളക്കളി മനസ്സിലാവുകയും ചെയ്തു. ഈ സമയത്ത് രാധികാമ്മ വെച്ചു, അല്ല നിന്നെ ആരെങ്കിലും വിളിച്ചാലും ചോദിക്കുക. ആര് വിളിച്ചായിരുന്നു? അല്ല ആരെങ്കിലും എന്നെ ആരും വിളിച്ചില്ലമ്മേന്ന് പറയണേ. എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു, ഇപ്പഴല്ല ഞാൻ സ്വിച്ച് ഓൺ ആക്കിന്ന് പറയാ. ഓ അങ്ങനെ പകുതി സമാധാനമായി രാധികാമ്മയ്ക്ക്. ഇനി അനാർക്കലി വിളിച്ചിട്ടൊന്നുമില്ല, അവ ഒരു സമാധാനമുണ്ട്. പക്ഷേ എങ്കിൽ ഇവിടെ രഞ്ജു ഉണ്ടായിരുന്നു. ഇനിയിപ്പോ രഞ്ജു എങ്ങാനും കാര്യങ്ങൾ എന്തെങ്കിലും പറയുവോ, ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നീട് ഗോവിന്ദ് അങ്ങോട്ട് വന്നപ്പോഴത്തേനും രഞ്ജു അങ്ങോട്ട് വന്നു. രഞ്ജുവിന്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. പിന്നീട് രഞ്ജു ഓർത്തു, അനാർക്കലിയെ കുറിച്ച് പറയണോ ഗോവിന്ദനോട്? വേണ്ട, പറയണ്ട. ഒരു പക്ഷേങ്കിൽ അമ്മയോടും കൂടെ ചോദിച്ചിട്ട് മതി. ഇനിയിപ്പം താൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിപ്പോ പറയാൻ പാടില്ലാത്ത കാര്യമാണെങ്കിൽ അത് പിന്നെ അമ്മേനെയും കൂടെ ബാധിക്കുന്ന കാര്യമല്ലേ. അതുകൊണ്ട് ഇപ്പൊ ഒന്നും പറയണ്ട. അനാർക്കലി വന്ന കാര്യം പറയണ്ട. അയ്യപ്പെണ്ണോ അത് തന്നെയല്ലേ പറഞ്ഞേ. അതുകൊണ്ട് അനാർക്കലി വന്ന കാര്യത്തെക്കുറിച്ചൊന്നും രഞ്ജു ഗോവിന്ദനോട് സംസാരിച്ചില്ല. പിന്നീട് കാണിക്കുന്ന ഗീതവും കൂടെ അങ്ങോട്ട് വരുവാണ്. ഗീത വന്നു കഴിഞ്ഞപ്പോ രാധികാമ്മയുടെ വിചാരം എന്താ, 2 ദിവസമാണ് താൻ അവൾക്ക് കൊടുത്തത്. പക്ഷെ അതിനുള്ളില് ഗീതവും ഗോവിന്ദും ഒന്നായില്ലോ. അതുകൊണ്ട് നല്ല കാര്യമാണെന്നോർത്ത് ഇരുന്നു. ഇനിയിപ്പം അവൾക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല.
വെല്ലുവിളിച്ചിട്ട് പോയേക്കുന്ന 2 ദിവസത്തിനുള്ളിൽ ഒന്നാൻ പറ്റിയില്ലെങ്കിൽ താൻ ഈ വീടിന്റെ പടി ഇറങ്ങുമെന്ന്. അങ്ങനെ ഗീതു വന്നു കഴിഞ്ഞപ്പം രാധികാമ്മ ഒരു പുച്ഛ ഭാഗത്ത് ഗീതുവിനെ നോക്കുന്നുണ്ട്. ഗീതുവിന് മനസ്സിലായി അതിന്റെ അർത്ഥം എന്താന്നുള്ളത്. പിന്നീട് ഗീതു മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് കയറി പോവാണ്. പിന്നീട് പ്രിയ വിലാസിനിയായിട്ട് ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് വിനോദ് അങ്ങോട്ട് വരുന്നത്. അങ്ങനെ വിലാസിനിയായിട്ട് സംസാരിച്ച് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും വിനോദ് അടുത്തേക്ക് വന്നു. അപ്പൊ പെട്ടെന്ന് പ്രിയ വെച്ചു, അല്ല വിനോദ, നീ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക. ഇത് കേട്ടതും വിനോദ് പറഞ്ഞു, അതെ മദ്യപിച്ചിട്ടുണ്ട്. നിന്നോട് എത്ര വട്ടം പറഞ്ഞു മദ്യപിച്ചിട്ട് ഇങ്ങോട്ട് വരില്ല എന്നുള്ള കാര്യം. ഇതേ ഏട്ടൻ എങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിലോ? പിന്നെ നിന്റെ ഏട്ടൻ വലിയ പുണ്യാളാണല്ലോ എന്ന് പറയണം. ഇതേ വിനോദെ, എന്റെ ഏട്ടനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് സഹിക്കില്ലെന്ന് പറയാം. പിന്നെ നിന്റെ ഏട്ടനെ കുറിച്ച് പറഞ്ഞാല് അങ്ങേരെ ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയാം. എന്താ? അതെ, അങ്ങേരെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ വന്നതിന് ശേഷം ചില കാര്യങ്ങളൊക്കെ അറിയുന്നതെന്ന് പറയാം. ഇത് കേട്ടതും പ്രിയ പറഞ്ഞു, എന്ത് കാര്യങ്ങൾ അറിഞ്ഞു? ഡിവോഴ്സിന്റെ കാര്യമൊക്കെ, അതൊക്കെ ഞാൻ അറിഞ്ഞെന്ന് പറയാം. ഇത് കേട്ടതും പ്രിയ പറഞ്ഞു, അതിപ്പം എന്റെ ഏട്ടനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, രണ്ടുപേരും കൂടെ ഒരുമിച്ചെടുത്ത തീരുമാനം അത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കേട്ടതും വിനോദ് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒരു കാരണവശാലും അവർ തമ്മിൽ പിരിയാൻ പാടില്ല, അറിയാലോ. അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യുന്ന പറയാൻ പറ്റില്ലെന്ന് പറയാം. ഇത് കേട്ടതും പ്രിയ പറഞ്ഞു, അവർക്ക് തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കണം. അത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയാം. ഇത് കേട്ടതും പ്രിയ പെട്ടെന്ന് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വിനോദെ, ഇനി ഇതിന്റെ പേരിൽ ഇപ്പൊ ഏട്ടനോട് പോയി ചോദിക്കാനോ ഒരു പ്രശ്നം ഉണ്ടാക്കാനൊന്നും പോകണ്ടെന്ന് പറയാം. പെട്ടെന്ന് വിനോദ് പറഞ്ഞു, നിന്റെ ഏട്ടനെ പറയുമ്പോ നിനക്ക് അങ്ങ് നൊന്തല്ലേന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് അവര് പ്രിയ വിനോദും കൂടെ വഴക്കുണ്ടായിക്കൊണ്ട് ഇരിക്കുക. പെട്ടെന്ന് എന്ത് ചെയ്യാണ്, പ്രിയനെ പിടിച്ച് വിനോദം അങ്ങോട്ട് തള്ളുവാണ്. പക്ഷെ വിനോദം പ്രതീക്ഷിച്ചില്ല. പ്രിയ എന്ത് ചെയ്യാണ്, കാല് തെറ്റി അവിടുന്ന് വീഴുവാണ്. അവിടുന്ന് താഴേക്കാ വീഴുന്നേ. താഴേക്ക് വീണ് കഴിഞ്ഞ ഉടനെ പ്രിയയുടെ ബോധവും പോയി, എല്ലാം പോയി. ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലേ വിനോദ് അങ്ങനെയൊന്നും സംഭവിക്കുന്നുള്ള. ഈ സമയം പ്രിയയുടെ അലറക്കരച്ചിൽ കേട്ടോണ്ടാണ് രാധികാമ്മയും എല്ലാരും കൂടെ അങ്ങോട്ട് ഓടി വരുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ചോരയെ കുളിച്ച് കിടക്കുന്ന പ്രിയനെയാണ് കാണുന്നത്. പെട്ടെന്ന് കോവിന്ദനും എല്ലാരും കൂടെ കൂടിയിട്ട് പ്രിയനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വിനോദിന്. വല്ലാത്തൊരവസ്ഥയായിപ്പോയി. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ചെന്ന് കഴിഞ്ഞപ്പോ നേരെ ICUലേക്ക് കയറ്റുന്നത്. ഗോവിന്ദും ഗീതും എല്ലാരും സങ്കടപ്പെട്ട് പുറത്തേക്കാണ്. എന്താ സംഭവിക്കുന്ന പോലും അറിയത്തില്ല, എന്താ സംഭവിച്ചെന്ന് പോലും ശരിക്കും ആർക്കും അറിയത്തില്ല. ഈ സമയത്ത് വിനോദിനെ വിളിച്ച് മാറ്റിയെടുത്ത് ഗീതി വെച്ചു, എന്താ വിനോദേ, എന്താ അവിടെ സംഭവിച്ചതെന്ന് ചോദിക്കാം. അല്ല പിന്നെ അത് പിന്നെ ഞാൻ സത്യം എന്താന്ന് പറയാം. അല്ല അത് ഞാനും പ്രിയ സംസാരിച്ചിരിക്കുന്നിടയ്ക്ക് ഞാൻ പതുക്കെ ഒന്ന് പ്രിയനെ പിടിച്ച് തള്ളിയതാ. പക്ഷെ അവൾക്ക് ഇങ്ങനെ സംഭവിക്കുന്ന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ലെന്ന് പറയാ. ഇത് കേട്ടതും പെട്ടെന്ന് ഗീതു പറഞ്ഞു, നീ എന്ത് പരിപാടിയാ വിനോദെ കാണിച്ചേ? ഇപ്പൊ തന്നെ കണ്ടില്ലേ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പ്രിയക്ക് എന്തെങ്കിലും സംഭവിച്ചാണ്ടല്ലോ ഗോവിന്ദേട്ടൻ വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം. ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തതല്ല, നീ അറിഞ്ഞോണ്ട് ചെയ്തതല്ലായിരിക്കും, പക്ഷെ അവള് പ്രഗ്നന്റും കൂടെയാ. ആ ഒരു ചിന്തയും കൂടെ നിനക്ക് വേണമായിരുന്നു പറയാ. പിന്നീട് ഗീത അങ്ങോട്ട് വരുവാണ്. ഈ സമയം സമനില തെറ്റിയ പോലെയാണ് ഗോവിന്ദൻ നിൽക്കുന്നത്. ഗോവിന്ദന് പ്രിയെന്ന് വെച്ചാൽ അത്ര ജീവനായിരുന്നു. ഈ സമയം ഗീത പറഞ്ഞു, ഗോവിന്ദേട്ടാ സങ്കടപ്പെടാതിരിക്കുക, ഒന്നും സംഭവിക്കില്ല എന്ന് പറയാണ്. ഗോവിന്ദ് പറഞ്ഞു, നമ്മൾ എത്ര പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അങ്ങോട്ട് വന്നത്, ഒന്ന് ഓർത്ത് വെക്കേ. നമ്മൾ രണ്ടും ഇത്രയും നേരം കള്ളന്മാരെ പോലെ പ്രിയയുടെ മുന്നിൽ ഒളിച്ചു കളിക്കുമായിരുന്നു. സത്യങ്ങളൊക്കെ എല്ലാവരോടും തുറന്നു പറയണം. പ്രിയയോട് ആദ്യം പറയണമെന്നും പറഞ്ഞല്ലേ നമ്മൾ വന്നേ. എന്നിട്ടിപ്പോഴോ അവളോട് പറയാൻ പറ്റിയോ? അവളിപ്പോ ICUലല്ലേന്ന് ചോദിക്കും. പറയാൻ പറ്റും ഗോവിന്ദേട്ടാ. ഗോവിന്ദേട്ട സമാധാനത്തോടെ ഇരിക്കുക, ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണം. ഈ സമയത്ത് ഒരു ഡോക്ടർ അങ്ങോട്ട് ICUന്ന് ഇറങ്ങി വന്നു. പെട്ടെന്ന് ഗോവിന്ദൻ ചോദിച്ചു, എന്താ ഡോക്ടർ കാര്യങ്ങള് എങ്ങനെയാന്ന് ചോദിക്കാം. അതെ, കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ അമ്മയുടെ കാര്യം ഇപ്പോഴും ക്രിട്ടിക്കലാന്ന് പറയാം. ഇത് കേട്ടതും ഗോവിന്ദ് അവിടെ കിടന്ന് പൊട്ടിക്കഴിഞ്ഞു. രാധികാമ അറിഞ്ഞപ്പോ രാധികാമ കരയാൻ തുടങ്ങി. അങ്ങനെ ICU മൊത്തം ഒരു കൂട്ടക്കരച്ചിലായിട്ട് മാറുവാണ്. ജയക്കാണെങ്കിലും അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, കാരണം എല്ലാവരും കൈവിട്ട് പോയിരിക്കുന്നു. ഇതൊക്കെ പ്രിയയുടെ ജീവനെങ്കിലും തിരികെ കിട്ടിയാൽ മതി എന്നൊരു ചിന്തയായി എല്ലാവർക്കും ആ സമയത്ത്. കാരണം കുഞ്ഞോ പോയി, ഇനിയിപ്പോ പ്രിയനെ എങ്ങനെ തിരികെ കിട്ടണം. പിന്നീട് പ്രിയ ICU തന്നെ കിടക്കണം. ഡോക്ടർമാരൊന്നും പ്രത്യേകിച്ച് പറഞ്ഞില്ല, കാരണം പ്രിയ കണ്ണു തുറക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നീട് ഡോക്ടർ വന്നിപ്പം ഗോവിന്ദ് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് പ്രിയമോളെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കണം. പിന്നീട് ഗോവിന്ദനെ മാത്രം അകത്തേക്ക് വിടുവാണ്. അങ്ങനെ ഗോവിന്ദ് പോയി കണ്ടു കഴിഞ്ഞിട്ട് ആ സങ്കടം ഗോവിന്ദന് സഹിക്കാൻ പറ്റിയില്ല. കാരണം പ്രിയ കിടക്കുന്ന ആ ഒരു കാഴ്ച കണ്ടതും ഗോവിന്ദ് അവിടെ നിന്ന് പൊട്ടിക്കരയുവാണ്. ഈ സമയം ഗീതവും കൂടെ അങ്ങോട്ട് കയറി ചെന്നു. ഗീതന് മനസ്സിലായി ഒരു പക്ഷെ ഗോവിന്ദാടൻ തന്നെ പോയിട്ടുണ്ടെങ്കിൽ ഗോവിന്ദാടൻ സഹിക്കാൻ പറ്റില്ലെന്നുള്ളത്. പിന്നീട് ഗീത എന്നിട്ട് പറഞ്ഞു, പ്രിയമോളെ കണ്ണു തുറക്ക്, ദേ നിന്റെ ഏട്ടനാ വന്ന് വിളിക്കുന്നേ, നീ കണ്ണു തുറക്കാൻ പറയാണ്. പക്ഷെ പ്രിയ കണ്ണു തുറന്നില്ല. ഏതാണ്ട് കോമ സ്റ്റേജിലേക്ക് പോയൊരവസ്ഥയായിരുന്നു പ്രിയക്ക്. പ്രിയ പിന്നെ കണ്ണു തുറക്കോ സംസാരിക്കോ നോക്കുകയോ ഒന്നും ചെയ്തില്ല. ഇതെല്ലാം കണ്ടും കേട്ടുന്ന രാധികാമ്മയ്ക്ക് വല്ലാത്തൊരു വെപ്രാളോ സമനിലയിട്ടൊരു അവസ്ഥയായിപ്പോയി. രാധികാമ്മ പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് ഒരിക്കലും പ്രിയക്ക് ഇങ്ങനെ സംഭവിക്കുന്നുള്ളത്.
പിന്നീട് പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും രാധികാമ്മ ഗീതയോട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പ്രിയമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നിനെയും വെറുതെ വിടത്തില്ലെന്ന് പറയാണ്. ഗീതുവിന് മനസ്സിലായി രാധികാമ്മ ഇനി ഈ പേരും പറഞ്ഞിട്ടായിരിക്കും ഇനിയിപ്പൊ അടുത്തത് തന്റെ മേലില്. കാരണം ഒരു കാരണത്തിന് വേണ്ടി നോക്കിയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ. എന്നാലും കുഴപ്പമില്ല, പ്രിയക്കൊന്നും സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു. തങ്ങള് തമ്മിൽ ഒന്നിച്ചു പേര് പ്രിയയോട് ആദ്യം പറയണമെന്ന് ഓർത്തിരുന്ന അത് സാധിച്ചില്ല. പിന്നീട് ഗോവിന്ദനെ സങ്കടം കണ്ടപ്പം ഗീതു ഗോവിന്ദനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് 2-3 ദിവസമായിട്ടും പ്രിയയില് ഒരു പുരോഗതിയും കണ്ടില്ല. ഗോവിന്ദനും ഗീതുവിനും മനസ്സിലായി ഇനി പ്രിയമോള് ജീവിതത്തിലേക്ക് മടങ്ങി വരിക എന്ന് പറഞ്ഞാൽ അതിച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന്. പിന്നീട് ഐസുവിന് മുന്നിൽ അവരിങ്ങനെ ഇരിക്കും. അവസാനം ഗീതു പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഗോവിന്ദന്റെ വീട്ടിൽ പോയിട്ട് വരാം, ഞാനിവിടെ ഉണ്ടല്ലോ എന്ന് പറയാണ്. ഈ സമയത്ത് ഗോവിന്ദൻ പറഞ്ഞു, വേണ്ട, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം, നീ വേണേ വീട്ടിൽ പോയിട്ട് പോരാൻ പറയാണ്. ഈ സമയത്താണ് രാധികാമ്മ അങ്ങോട്ട് വരുന്നത്. രാധികാമ്മ എന്നിട്ട്, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ദേ എന്റെ മോളുടെ ജീവിതം നശിപ്പിച്ച എന്റെ പെങ്ങളാ ഇവള്. ഒരു കാരണവശാലും ഇനി ഇവള് ഈ വീട്ടിൽ വേണ്ട, അറിയാലോ. ഇവളെ എത്രയും പെട്ടെന്ന് അവളുടെ വീട്ടിൽ കൊണ്ടേക്കണം, പറഞ്ഞു കേട്ടല്ലോ എന്ന് പറയാ. ഇത് കേട്ടതും ഗീതു ഒരു ഞെട്ടലോടെ ഗോവിന്ദനെ നോക്കുകയാണ്. പക്ഷേങ്കിൽ ഗോവിന്ദൻ ഒരു ഭാവവ്യത്യാസം ഉണ്ടായില്ല. കാരണം ഗോവിന്ദൻ അറിയാം തന്റെ ഏക ആശ്രയം ഇപ്പൊ ഗീതുവാണ്. കാരണം ഇത്രയും കാലം രാധികാമ്മ തന്നെ ചതിക്കുവന്നുള്ള സത്യങ്ങളൊക്കെ ഗോവിന്ദ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഗോവിന്ദ് എന്ത് ചെയ്യാണ്, ഗീതന്റെ കയ്യില് ഒന്നുകൂടെ മുറുക്ക് പിടിക്കുകയോ ചെയ്ത് ഗീതുവിനെ കൈവിടാതെ തന്റെ സ്വന്തമായിട്ട് എന്ന് ഇവള് തന്റെ കൂടെ ഉണ്ടാവുന്നു പറയുകയും ചെയ്തു. അത് മാത്രമല്ല ഗീതുവിനെ നെഞ്ചോട് ചേർക്കുക ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ച കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഇനിയിപ്പം പ്രിയമോളുടെ അവസ്ഥ എന്തായി തീരുമെന്ന് അറിയത്തില്ല. രാധികാമ്മയ്ക്ക് എന്താണ് ഇനി കിട്ടാൻ പോകുന്നല്ല 8ന്റെ പണികളായിരിക്കും. കാരണം രാധികാമ്മ തിരിച്ചറിയാൻ പോവാ ഗീതവും ഗോവിന്ദും ഒന്നായെന്നുള്ള സത്യം. അപ്പൊ താൻ ഇത്രയും കാലം ഭയപ്പെട്ടിരുന്ന എന്താണോ അത് സംഭവിച്ചിരുന്നുള്ള കാര്യം അവർ മനസ്സിലാക്കാൻ പോവാ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇനി അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.